സിയാദനൊരു 17-ാം തീയതി ഉച്ചയോട് തന്നെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു എന്നെ വീട്ടിൽ നിന്ന് പോലീസുകാർ 16-ാം രാത്രി 12 മണിക്ക് പോലീസുകാർ വിളിച്ചുകൊണ്ട് പോയി. ഒരു കാര്യം തിരക്കാൻ പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോയി ഒരു പെരുമ്പഴയ്ക്കും കേരളപുരത്ത് നിന്ന് സ്ഥലത്തിന് ഇടയ്ക്ക് നിർത്തിയപ്പോൾ ജീപ്പ് നിർത്തിയിട്ട് പുള്ളിയെ മർദ്ദിക്കുമായിരുന്നു. മർദ്ദിച്ചിട്ട് ചോദിക്കുന്നത് കൊച്ചെവിടെയെന്ന്. പുള്ളിക്ക് ആരും അറിയത്തില്ല. അപ്പോൾ സാറേ കാര്യം പറയാൻ പറഞ്ഞു. ഇതിനൊക്കെ വിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻ്റെ മകനെ നീ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് എൻ്റെ പേര് കേസ് എന്ന് പറഞ്ഞു. അപ്പോൾ സാറേ ചെയ്തിട്ടില്ല, വിഷ്ണുവിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ മകളാണ് കേസ് കൊടുത്തേക്കുന്നത്. ഈ വിഷ്ണുവിൻ്റെ മകൾ അപ്പോൾ സിയാദ് കാര്യം പറഞ്ഞു. ഈ വിഷ്ണുവിൻ്റെ മകളും വേറൊരു പയ്യൻ്റെ റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് സിയാദ് വിലക്കിയെന്ന് വെച്ചാൽ മോളെ തെറ്റാണ് വെച്ചാൽ അച്ഛൻ്റെ കൂട്ടുകാർ തമ്മിലുള്ള ഇത് വെച്ചിട്ട് പറഞ്ഞു മോളെ തെറ്റാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. ആ ഒരു പ്രശ്നത്തിലാണ് ഈ കൊച്ച് സിയാദിൻ്റെ പേര് കേസ് കൊടുത്തത്. ഈ മിസ്സിംഗ് കേസിൽ നിന്ന് വരാൻ കാര്യം ഈ സഹോദരങ്ങൾ തമ്മിലുള്ള അടിയിൽ ആൺ പയ്യൻ വീട്ടിലെ ഇളയിറക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ കേസാണ് സംഭവം ഉണ്ടായത്. അതിനകത്ത് സിയാദിനെ ക്രൂരമായവർ ഇടിക്കുകയായിരുന്നു. പോലീസുകാർ ജീപ്പിലിരുത്തി ഇടിക്കുകയായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞു. കാര്യം പറഞ്ഞു ഇതിനൊക്കെ എനിക്ക് വയ്യ, ഒട്ടും വയ്യ, ചുമ കാര്യങ്ങൾ വാരിയെല്ലാം എടുക്കാൻ വയ്യ. പക്ഷേ അങ്ങനെ പിറ്റേന്ന് രാവിലെ ഈ മിസ്സിംഗ് എന്ന് പറഞ്ഞ പയ്യൻ സ്റ്റേഷനിൽ വന്ന് അതിന് ശേഷമാണ് സിയാനെ വിടുന്നത്. വന്ന് പറഞ്ഞു സാറേ ഞാൻ വീട്ടിലെ വഴക്കിൽ ഇറങ്ങിപ്പോയതാണ്, എനിക്ക് യാതൊരു പങ്കും കാര്യമൊന്നുമില്ലെന്ന് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞതിന് ശേഷമാണ് സിയാനെ വിടുന്നത്. പക്ഷേ ഇത് ഈ കൊച്ച് മുഖേനയാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. ഈ 15 വയസ്സുള്ള പെൺകൊച്ച് പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറഞ്ഞത്. നടക്കാനും ഇരിക്കാനും വെച്ചാൽ വീട്ടിൽ ചുമയായിരുന്നു. പിറ്റേന്ന് രാവിലെ ഇതിനെതിരെ സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോയി. കള്ളക്കേസിൽ ഇടിച്ച കേസിൽ കണ്ണൂർ കുളപ്പണ സ്റ്റേഷനിൽ കേസ് കൊടുത്തു എന്നാണ് എന്നോട് പറഞ്ഞത്. ക്രൂരമായാണ്. പെരുമ്പഴേക്കും കേരളപുരത്തിന് ഇടയ്ക്ക് റോഡ് ജീപ്പിൽ ഇരുത്തി ഇടിച്ചു. പിന്നെ സ്റ്റേഷനിൽ പിറ്റേന്ന് രാവിലെ വിട്ടത്. പുള്ളിക്ക് ഒരുപാട് നല്ല പെയിൻ ഉണ്ടായിരുന്നു പറഞ്ഞു. വാരിയലിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ഇടിച്ചു എന്നാണ് പറഞ്ഞത്.